ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ കിനുവയാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കുക, അതിൽ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ചിക്കൻ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ആട്ടി നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി കുമ്മിൻ സീഡ് ആഡ് ചെയ്യുക, അതിനുശേഷം ഇച്ചിരി ഗാർലിക് ആൻഡ് ഓണിയൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചിക്കൻ അങ്ങോട്ട് സോട്ട് ചെയ്യുക. ചിക്കനും ഈ ഓണിയനും ഗാർലിക്കും നന്നായിട്ട് സോട്ട് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് കുക്കായി വന്നതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചില്ലി ആഡ് ചെയ്യാം. നമുക്ക് ഗ്രീൻ ചില്ലിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്, അതിനൊപ്പം മഷ്റൂംസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ എന്ത് തരത്തിലുള്ള നിങ്ങളുടെ ചോയ്സ് ഓഫ് വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് നന്നായിട്ട് സോട്ട് ചെയ്ത് നന്നായിട്ട് അത് കുക്ക് ചെയ്യുക. നമുക്ക് വെജിറ്റബിൾസ് ഒരു 5 മിനിറ്റെങ്കിലും വെച്ചത് കുക്ക് ആവണം. ഇപ്പം വെള്ളമൊക്കെ ഊറി വരുന്നതാണോ, അപ്പം നന്നായിട്ട് വെജിറ്റബിൾസ് കുക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മസാലാസ് ആഡ് ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പെപ്പറും ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്ട്രാ സ്പൈസ് വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ടായിട്ടുള്ള സ്പൈസും ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെജിറ്റബിൾസും ചിക്കനും ഈ മസാല എല്ലാം മിക്സ് ആയതിനു ശേഷം കുറച്ച് നേരം വീണ്ടും സോട്ട് ചെയ്തൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം കിനുവ നമുക്ക് ആഡ് ചെയ്യാം. കിനുവ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന കിനുവയാണ്. ഓൾറെഡി തന്നെ ഒരു 15 മിനിറ്റോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത കിനുവ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് ഈ മസാലയും കിനുവയും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റിയാണ്, പിന്നെ നല്ല ഹെൽത്തി കൂടെയാണ്. ഇതെല്ലാം നല്ല മിക്സായി വന്നതിന് ശേഷം നമുക്കടുത്തത് കൊറിയാൻഡർ ആഡ് ചെയ്യാം. കൊറിയാൻഡർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതിങ്ങനെ കിടന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റ് നന്നായിട്ട് എലവേറ്റ് ആവും.